യേശുവിന്റെ ജനനം ഈ ഭൂമിയിൽ മാനവരാശിയുടെ ജീവിതത്തിന് രൂപാന്തരം വരുത്തേണ്ടതിന് വേണ്ടിയിട്ടായിരുന്നു. ഞാൻ ഈ സമയം ഓർപ്പിക്കട്ടെ, ഞങ്ങൾ ഇവിടെ വന്ന് ശബ്ദത്തോടുകൂടെ സംസാരിക്കുന്നത് ഇവിടെയുള്ള വ്യക്തികളുടെ ജീവിതത്തിലേക്ക് വന്നിട്ട് മതം മാറ്റേണ്ടതിന് വേണ്ടി ഞങ്ങൾ സംസാരിക്കുകയല്ല. മതം മാറ്റുക എന്നത് ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പ്രവൃത്തിയല്ല. മതം മാറ്റുവാനോ മനുഷ്യനെ ഒരു മതത്തിൽ നിന്ന് മറ്റൊരു മതത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടല്ല ഞങ്ങൾ ഈ രാത്രികാലം ഇവിടെ നിന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് യാതൊരു അർത്ഥവുമില്ല. ഒരു മനുഷ്യനെ ഒരു മതത്തിൽ നിന്ന് മറ്റൊരു മതത്തിലേക്ക് മാറ്റിയതുകൊണ്ട് ഒന്നും നേടുവാൻ കഴിയാവതല്ല പ്രിയ സ്നേഹിതരെ. ദൈവത്തിന്റെ സ്തോത്രം. അതുകൊണ്ട് ആ വ്യർത്ഥമായ പ്രവൃത്തി ഞങ്ങൾ ചെയ്യുന്നില്ല. അതല്ല ഞങ്ങളുടെ ഉദ്ദേശം. പകരം ഹൃദയത്തിൽ സമാധാനമില്ലാത്തവനായി, ആശ്വാസമറ്റവനായി, ദൈവ സാന്നിധ്യമില്ലാത്തവനായി, അന്ധകാരത്തിന്റെ അന്ധതയിൽ തപ്പിത്തടഞ്ഞുകൊണ്ട് ജീവിതത്തിന്റെ അവസാനം എന്തെന്ന് ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ പോയാൽ എന്റെ ജീവിതം എങ്ങനെയായിരിക്കുമെന്ന് ചിന്തിച്ചുകൊണ്ട് ആശയറ്റവനായി നടക്കുന്ന പ്രിയ സ്നേഹിതോ, നിന്റെ ജീവിതത്തിന് സമൂല പരിവർത്തനം വരുത്തേണ്ടതിന് വേണ്ടി ഇതാ ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവരായി ഈ രാത്രി ഞങ്ങൾ ഇവിടെ നിന്ന് സംസാരിക്കുകയാണ്. ഒരു നിമിഷം നീ ആരുമായിക്കോട്ടെ നിൽക്കുന്ന ഇടത്ത് നിന്നുകൊണ്ട് ഒരല്പസമയം ഈ യേശുവിന്റെ ശബ്ദത്തിന് കാതുകൊടുക്കുന്നെങ്കിൽ ഈ രാത്രി നിന്റെ ജീവിതത്തിന്റെ വിടുതലിന്റെ രാത്രിയായിരിക്കും. ഈ രാത്രി നിന്റെ കുടുംബത്തിന്റെ സമാധാനത്തിന്റെ രാത്രിയായിരിക്കും. ഈ രാത്രി നിന്റെ ജീവിതത്തിന് ഒരു പുതിയ ജീവിതം ലഭിക്കുന്ന രാത്രിയായി തീരും. ദൈവമക്കളെല്ലാവരും പ്രാർത്ഥനയോടും സ്തോത്രത്തോടും കൂടി ആയിരുന്നോട്ടെ. ദൈവത്തിന് സ്തോത്രം. യേശു എന്ന രക്ഷകനാണ്. യേശു എന്ന രക്ഷകൻ എന്താണ് അവൻ ചെയ്തത്? ഞാൻ പറഞ്ഞുവല്ലോ, യേശു ഒരു മതത്തിൽ നിന്ന് മതത്തിലേക്ക് മനുഷ്യരെ മാറ്റേണ്ടതിനായിട്ടല്ല വന്നത്. യേശു ക്രിസ്ത്യാനികളുടെ വക്താവായിട്ടുമല്ല വന്നത്. യേശു ലോകത്തിൽ വരുമ്പോൾ അന്ന് ലോകത്തിലുണ്ടായിരുന്നതായ ആ സകല മതങ്ങളെക്കാൾ സകലവിധമായ ആചാര അനുഷ്ഠാനങ്ങളെക്കാട്ടിലും ഉത്തുംഗമായി കാണപ്പെട്ടിരുന്നതായ യഹൂദന്റെ ആലയം അതിമനോഹരമായ ആലയം കാണപ്പെട്ടിരുന്നു. അതുമാത്രമല്ല, ദൈവം അവർക്ക് നൽകിക്കൊടുത്തതായ പൗരോഹിത്യവും പൗരോഹിത്യ ശുശ്രൂഷയും ഉണ്ടായിരുന്നു. അവയെല്ലാം നിലനിൽക്കുമ്പോൾ തന്നെ യേശു ഈ ലോകത്തിലേക്ക് വന്നു. അവയെല്ലാം നിലനിൽക്കുമ്പോൾ യേശു ഈ ലോകത്തിലേക്ക് വന്നിട്ട് അതിന്റെ വ്യക്തമായിട്ട് പോകുകയല്ലായിരുന്നു. പകരം താൻ ഇവിടെ വന്നിട്ട് ഇതാ ഞാൻ പിതാവിനാൽ അയക്കപ്പെട്ടിരിക്കുന്നു, എന്റെ അടുക്കലേക്ക് വരുന്നവർ ഞാൻ ഒരു നാളും തള്ളിക്കളയത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിതാവായ ദൈവത്തിന്റെ സ്നേഹത്തെ മാനവരാശിക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ് താൻ ചെയ്തുകൊണ്ടിരുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. താൻ ചെയ്തതായ പ്രവൃത്തി കണ്ടിട്ട് അന്നുണ്ടായിരുന്ന മതമേലധ്യക്ഷന്മാർ, പരീക്ഷന്മാർ, ന്യായശാസ്ത്രിമാർ, പുരോഹിതന്മാർ എല്ലാവരും അവന് വിരോധിയായി തീർന്നു. എല്ലാവരും അവനെ തകർത്ത് കളയുവാൻ വേണ്ടി വട്ടം കൂട്ടുവാനിടയായി തീർന്നു. അവനെ കൊന്നുകളയുവാൻ വേണ്ടി അവൻ പരിശ്രമിക്കുവാനിടയായി തീർന്നു. അവനെ ഒരു നിഷ്ഠൂരനെ പോലെ തകർത്ത് കളയുവാൻ അവർ അവസരം നോക്കിക്കൊണ്ടേയിരുന്നു. ദൈവത്തിന് സ്തോത്രം. യേശു അവരുടെ അടുക്കിലേക്കല്ല പോയത്. പകരം കഷ്ടത അനുഭവിക്കുന്നവരുടെ അടുക്കിലേക്ക്, സമാധാനമില്ലാത്തവരുടെ അടുക്കിലേക്ക്, ആശ്വാസമില്ലാത്തവരുടെ അടുക്കിലേക്ക്, സമൂഹം തള്ളിക്കളഞ്ഞിരുന്നതായ മനുഷ്യന്റെ അടുക്കിലേക്ക് അവൻ അടുത്തു ചെല്ലുവാനിടയായി തീർന്നു. യേശു ഭൂമിയിലായിരിക്കുമ്പോൾ പാപത്താൽ പിടിക്കപ്പെട്ടതായ, പാപത്തിൽ ജീവിച്ചതായ പാവനിയായ ഒരു സ്ത്രീയെ യേശുവിന്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നു. യേശുവിന്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നിട്ട് ഇപ്രകാരമാണ് അവർ പറഞ്ഞത്. കൊണ്ടുവന്നവർ ന്യായപ്രമാണ പ്രകാരം ഈ സ്ത്രീയെ കല്ലെറിഞ്ഞു കൊല്ലണം, ഇവൾ പാപിനിയാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവളെ എറിയുവാൻ കല്ലുമായിട്ട് യേശുവിന്റെ അടുക്കിലേക്ക് അവർ വന്നു. ദൈവത്തിന്